ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ നൊക്ടേണൽ എന്യൂറോസിസ് അല്ലെങ്കിൽ അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് കുട്ടികളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. ഇതൊരു 5 വയസ്സ് മുതലോ 7 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾ നമ്മൾ പലപ്പോഴും ഇതൊരു നോർമൽ ആയിട്ടാണ് എടുക്കാറ്. എങ്കിലും ഒരു 7 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ ഇത് കണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് കറക്റ്റായിട്ട് ചികിത്സിക്കുകയും വേണം. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു സംഭവം പല രീതിയിൽ കാണപ്പെടാറുണ്ട് കുട്ടികളിൽ. ചില കുട്ടികളിൽ നമ്മൾ ഒരു എപ്പിസോഡായിട്ട് ഒറ്റ എപ്പിസോഡായിട്ട് ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കുന്ന രീതിയിൽ ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എപ്പിസോഡുള്ള ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന രീതിയിലും നമ്മൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിംഗിൾ എപ്പിസോഡും മൾട്ടിപ്പിൾ എപ്പിസോഡും ഒക്കെ ഉണ്ടാവുന്നത്. കുട്ടികളിലെ യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റിയുടെ കുറവോ അല്ലെങ്കിൽ ADH ഇൻസഫിഷ്യൻസി കൊണ്ടോ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ വീക്ക്നെസ് കൊണ്ടോ ഒക്കെ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് ശോധന കുറഞ്ഞ കുട്ടികളിൽ ബ്ലാഡർ ഇറിറ്റേഷൻ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ എന്താണോ ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തി നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും കൂടെ അതിന്റെ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് അവർക്ക് ചില മെന്റൽ എക്സസൈസും ഫിസിക്കൽ എക്സസൈസും കൂടെ നമുക്ക് അതിന്റെ കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊരു കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ. കുട്ടികൾ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അവർക്ക് അമ്മയുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പോയി നിൽക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് പോകാനോ അവരുടെ കൂടെ ഉറങ്ങാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവൊക്കെ നമ്മൾ കുട്ടികൾ കണ്ടുവരാറുണ്ട്. ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിൽ ഈ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിന്റെ ഒരു കാരണം കണ്ടെത്തി അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതായത് ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലാഡറിന്റെ കപ്പാസിറ്റി ഹോൾഡ് ചെയ്ത് യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കാനുള്ള ശേഷിയുള്ള മെഡിസിൻസ് ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സിന് കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾ, അതായത് ശോധന കുറവുള്ള കുട്ടികളിൽ ഈ ഒരു ബ്ലാഡർ ഇറിറ്റേഷൻ കൊണ്ട് ഉണ്ടാവുന്ന നൊക്ടേണൽ എന്യൂറോസിസ് ഉണ്ട്. അതിന് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ കൂടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതെന്താണോ കാരണം അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് അതിനൊരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നൊക്ടേണൽ എന്യൂറോസിസ് അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ.